ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ്സ് റെസിപ്പിയാണ്. ഇതിന് ഞാൻ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ പാലും ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ക്യാരറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പച്ചക്കന്നെ അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് രൂപത്തിലാവണം എന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാന് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചെടുക്കുക. നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ടെടുത്തിട്ട് വെള്ളം വറ്റുന്നത് വരെ നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം സെറ്റാവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റും റവയും പഞ്ചസാരയും ഒക്കെ നന്നായി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അത് ഓരോ ബോൾസാക്കി എടുക്കണം. അപ്പോൾ മുഴുവനായി തന്നെ ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്ന് ബോൾസാക്കി എടുത്ത് കഴിഞ്ഞാലില്ലേ, നമുക്ക് പാലൊന്ന് ചൂടാക്കണം. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാല് അടുപ്പിൽ വെച്ചെടുക്കാം. അത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. നല്ലോണം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലവർ ആദ്യം ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പാൽ ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബോൾസ് മുഴുവനായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഇളക്കി കൊടുക്കരുത്, നമ്മുടെ ബോൾസ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നമുക്ക് അതൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഈ ബദാം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെക്കൊണ്ട് കഴിയണ എന്താ വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ പുഡിങ് അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്. ഇതിങ്ങനെയും കഴിക്കാം, തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.